വിശദമായ വാർത്തകളിലേക്ക്. ഏറ്റുമാനൂരിലെ കോട്ടയം മെഡിക്കൽ കോളേജ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ OP അത്യാഹിത വിഭാഗം ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.78 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ളവ ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന ഇടങ്ങളാകണം എന്നതിനൊപ്പം തന്നെ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദപരമായിട്ടുള്ള സൗകര്യങ്ങളും ക്രമീകരണങ്ങളും അവിടെ ഉണ്ടാകണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം രോഗത്തിൻ്റെ മുന്നിൽ ഒരാളും നിസ്സഹായരായി പോകാൻ പാടില്ല എന്ന വലിയ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ആവിഷ്കരിച്ച കർമ്മ പദ്ധതികൾ അതാത് തലങ്ങളിൽ, ഇപ്പോൾ തൃതീയ തലത്തിൽ മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ, ഒരുക്കേണ്ടതായിട്ടുള്ള സംവിധാനം, ജില്ലാതലത്തിൽ ജില്ലാ ആശുപത്രികളിൽ ലഭ്യമാകേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ, അതിന് താഴെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരുക്കേണ്ടതായിട്ടുള്ള ക്രമീകരണങ്ങൾ, ഇതെല്ലാം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രയജ്ഞ പരിപാടി വലിയ രീതിയിൽ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയാണ് നടപ്പിലാക്കുന്നത്. ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷനായിരുന്നു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ പരിപാലനം സംസ്ഥാനം ഉറ്റുനോക്കുന്ന രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ഭാവിയിലേക്കുള്ള വികസന സാധ്യതകൾ കൂടി കണ്ടുകൊണ്ടാണ് കെട്ടിടം രൂപപ്പെടുത്തിയിട്ടുള്ളതെന്നും ഡയാലിസിസ് സെന്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാതെ തന്നെ ഏറ്റുമാനൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ഫലപ്രദമാകുന്ന രീതിയിൽ ആശുപത്രിയെ മാറ്റിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമീപകാലത്ത് വീണ്ടും ചില സൗകര്യങ്ങൾ ഒരുങ്ങുകയാണ്. നാളെ ഈ 3-ാം തീയതി ഡെന്റൽ കോളേജിൽ ഏതാണ്ട് 65 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം നടത്തപ്പെടുന്നുണ്ട്. ആ പ്രവർത്തനം നടക്കുന്നതിന് പുറമെ ഇപ്പോൾ ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കും. അതിൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് വർക്ക് തീർന്നു കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ ഒരു 4-5 മാസത്തിനുള്ളിൽ ഫർണിച്ചർ എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ മെഷീനറികളെല്ലാം എത്തിച്ചേർന്നാൽ ഉദ്ഘാടനം ചെയ്യാവുന്ന രൂപത്തിലേക്ക് സ്പെഷ്യാലിറ്റി തീർന്നു കഴിഞ്ഞിരിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി ഓൺഗോയിങ് പ്രോജക്റ്റ് ആണ്. ഏതാണ്ട് നമുക്ക് ഏറ്റവും മനോഹരമായ 300-ൽ പരം കിടക്കുകൾ, 16 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അതിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ക്രിട്ടിക്കൽ കെയർ ICU ഉൾപ്പെടെ എല്ലാ ആധുനിക സംവിധാനങ്ങളും വരുന്നു. ആ തരത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ലോകോത്തര മാതൃകയിലേക്ക്, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മെഡിക്കൽ കോളേജ് മാറുന്ന രൂപത്തിൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെയും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വരികയാണ്. 9888 ചതുരശ്ര അടിയിൽ 2 നിലകളിലായാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം. താഴത്തെ നിലയിൽ 4 OP കേന്ദ്രം, അത്യാഹിത വിഭാഗം, മൈനർ OT, ഡ്രസ്സിംഗ് റൂം, നഴ്സിംഗ് സ്റ്റേഷൻ, കുത്തിവെപ്പ് മുറി, നെബുലൈസേഷൻ മുറി, ശൗചാലയം, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം സജ്ജീകരിച്ച ശൗചാലയങ്ങൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 2-ാം നിലയിൽ ഹൗസ് സർജന്മാരുടെ ഡ്യൂട്ടി മുറി, ലോബി ഹാൾ, ഹെൽത്ത് റൂം എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു. 4 ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാണ്. OP രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. ഉദ്ഘാടന ചടങ്ങിൽ തോമസ് ചാഴിക്കാടൻ MP മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM ബിന്നു, മറ്റ് ജനപ്രതിനിധികൾ, ഡോക്ടർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ബുധനൂർ കുട്ടമ്പേരൂർ ആറ്റിൽ 2023-24 വളപ്പ് മത്സ്യകൃഷി പദ്ധതിക്ക് തുടക്കമായി. നടപ്പാക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ വരുമാനവും ജീവിത നിലവാരവും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത പദ്ധതി. എണ്ണക്കാട് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് സമീപം നടന്ന ചടങ്ങിൽ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുട്ടമ്പേരൂർ ആറിനെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ജലാശയത്തിൽ പരമാവധി മത്സ്യകൃഷി നടത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വിഷമില്ലാത്ത മത്സ്യം ജനങ്ങൾക്ക് കൊടുക്കുകയാണ് പ്രധാനം. മത്സ്യസമ്പത്തിനൊപ്പം വരുമാന സ്രോതസ്സും വർദ്ധിക്കണം. ഇതിനായി ഫിഷറീസ് വകുപ്പ് പച്ചമീനും ഉണക്കമീനും ഓൺലൈൻ വിൽപ്പന സംവിധാനം തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട്. അടുത്തതായി കൊല്ലം ജില്ലയിലും ഓൺലൈൻ മാർക്കറ്റിംഗ് സംവിധാനം ആരംഭിക്കും. മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നതിനൊപ്പം മാർക്കറ്റും വിപുലമാക്കപ്പെടണമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മത്സ്യസമ്പത്ത് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ പറ്റും. അപ്പോൾ അത് ഉണക്കമീനും കയറ്റി അയക്കും. ഇനിയിപ്പോൾ ഫ്രഷ് മീൻ അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ചെയ്യുകയാണ്. അതിന് ഓൺലൈൻ മാർക്കറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ദിവസം കൊല്ലത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൺലൈൻ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി എല്ലാ വീടുകളിലും ഓർഡർ അനുസരിച്ച് കൃത്യമായി നമുക്ക് മത്സ്യം എത്തിക്കാൻ കഴിയും. അപ്പോൾ ഫ്രഷ് മീനിന്റെ മാർക്കറ്റിങ്ങും ഡ്രൈ ഫിഷിന്റെ മാർക്കറ്റിങ്ങും കേരളത്തിൽ വ്യാപകമായി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിൽ പൂന്തുറയിലെ നമ്മുടെ വലിയൊരു പദ്ധതി നമ്മൾ ഇന്നലെ അതിന്റെ പരിശോധനയായിരുന്നു. കടൽ തിരമാല അടിച്ച് കര നഷ്ടപ്പെടുമ്പോൾ
പൂന്തറ അല്ലെങ്കിൽ നമ്മുടെ തീരദേശത്ത് വലിയ പ്രശ്നമാണ്. കടൽ ഭിത്തി കെട്ടാനൊന്നും കഴിയില്ല, കാരണം 600 കിലോമീറ്റർ കരിക്കല്ലൊന്നും എടുക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ചൈനയിലെ ഒരു ജിയോ ട്യൂബ് കേരളത്തിൽ കൊണ്ടുവന്ന് 150 കോടി രൂപ ചെലവിൽ അതിന് ആദ്യഘട്ടമായി 700 മീറ്റർ, അതായത് കടലിനകത്ത് നിക്ഷേപിക്കുക. ഇത് 250 ടണ്ണാണ് ഒരു ട്യൂബിനകത്ത് കയറ്റുന്നത് മണല്. അപ്പൊ 200 മീറ്റർ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ തരത്തിൽ കര കിട്ടിക്കഴിഞ്ഞു. അത് വിജയിച്ചാൽ കേരളം രക്ഷപ്പെടും. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മൊത്തത്തിൽ കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നൊരു പദ്ധതിയാണ്. കേരളത്തിൽ ആദ്യമായി പൂന്തുറയിൽ ചൈനയിൽ നിന്നും എത്തിച്ച ജിയോ ട്യൂബ് കടലിൽ നിക്ഷേപിച്ചുള്ള പരീക്ഷണം ആദ്യഘട്ടത്തിൽ വിജയമാണെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. തിരമാലയടിച്ച് കര നഷ്ടപ്പെടുന്നത് തീരദേശത്ത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 150 കോടി രൂപ ചെലവിൽ 200 മീറ്റർ ട്യൂബിൽ 250 ടൺ മണൽ കയറ്റി കടലിനകത്ത് നിക്ഷേപിച്ചപ്പോൾ തന്നെ വലിയ രീതിയിൽ കര സംരക്ഷിക്കാനായി. ഈ പദ്ധതി പൂർണ്ണമായും ലക്ഷ്യത്തിലെത്തിയാൽ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സാഹചര്യം ഉറപ്പാകുമെന്നും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ ബുധനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലത മധു അധ്യക്ഷയായിരുന്നു. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് ഡിവിഷൻ അംഗം KR മോഹനൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി SB ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA സല്യൂട്ട് സ്വീകരിച്ചു. രാഷ്ട്രസ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള സമൂഹത്തെ രൂപപ്പെടുത്താൻ SPC പരിശീലനത്തിലൂടെ സാധിക്കുമെന്ന് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA പറഞ്ഞു. അച്ചടക്കമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ അച്ചടക്കമുള്ള പരിശീലനം നേടിയ തലമുറ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചങ്ങനാശ്ശേരി SHO B വിനോദ് കുമാർ SPC പതാക ഉയർത്തി സന്ദേശം നൽകി. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ കേഡറ്റുകളെ പരേഡിൽ ആദരിച്ചു. ഹെഡ്മാസ്റ്റർ ഫാദർ റോജി വള്ളിയിൽ കേഡറ്റുകൾക്ക് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഉത്തരവാദിത്വബോധവും സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമ വ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും റവറന്റ് ഡോക്ടർ ക്രിസ്റ്റോ നേര്യമ്പറമ്പിൽ, ഡോക്ടർ ആന്റണി മാത്യു, ട്വിങ്കിൾ P ജോൺ, CPOമാരായ അജിത് P മോഹൻ, ശ്രീകാന്ത് S നായർ, തോമസ് VC, ജോസഫ് ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലയിൽ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള അവാർഡ് നേടിയ തലവടി വില്ലേജ് ഓഫീസർ റെജി പോളിനെ ജനകീയ സമിതി പ്രവർത്തകർ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങുകൾ. ഈ വർഷത്തെ റവന്യൂ അവാർഡിൽ ആലപ്പുഴ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറായിട്ടായിരുന്നു റെജി പോളിനെ തെരഞ്ഞെടുത്തത്. ആദരിക്കൽ ചടങ്ങിൽ ജനകീയ സമിതി അംഗങ്ങളായ EK തങ്കപ്പൻ, ഷിബു, സോമശേഖരക്കുറുപ്പ്, അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. എടത്വ ഡിപ്പോയുടെ ആരംഭകാലം മുതൽ എടത്വയിൽ ജോലി ചെയ്ത ജീവനക്കാരൻ B രമേശ് കുമാറിന് KSRTC എടത്വ കൂട്ടായ്മ യാത്ര അയപ്പ് നൽകി. എടത്വ KSRTC ഡിപ്പോയിൽ നിന്ന് ഇൻസ്പെക്ടർ ഇൻചാർജായാണ് രമേശ് കുമാർ പടിയിറങ്ങിയത്. യാത്രയയപ്പ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. ഭാവനയോടുകൂടി കാര്യങ്ങളെ കാണുവാനും ചെയ്യുവാനുമുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ സെന്റ് ഓഫ് മീറ്റിംഗിൽ സംബന്ധിക്കുമ്പോൾ ഞാൻ സാറിനോട് നമ്മുടെ പല യാത്രകളിലൊക്കെ ഞാനിങ്ങനെ പോകുമ്പോൾ സ്ത്രീകൾക്കൊരു കംഫോർട്ട് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ബാത്റൂം സൗകര്യം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു കാര്യം സാറിനോട് പറയുകയുണ്ടായി. സാർ അന്നേരമാണ് അതിനു വേണ്ട സൗകര്യം എടത്വയിൽ ഒരുക്കാമെന്ന് പറയുകയും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ കാണാനായിട്ട് സാർ ആവശ്യപ്പെടുകയും ചെയ്തു. സാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. സാറ് ഒട്ടും വൈമനസ്യം കാണിക്കാതെ ആ പേപ്പറുമായിട്ട് ജില്ലാ പഞ്ചായത്തിൽ വരികയും അതിന്റെ പേപ്പറുകൾ ശരിയാക്കുന്നതിൽ സാറ് കാണിച്ചതായിട്ടുള്ള ആ ഒരു ഉത്സാഹം ഒരു സ്റ്റേഷൻ മാസ്റ്ററെ സംബന്ധിച്ചോളം ഈ പറയുന്ന കാര്യം ഉടനടി ചെയ്യണമെന്നൊന്നുമില്ല. സാറിന് അത്രമാത്രം തിരക്ക് നന്നായി വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അത് ഉയർത്തിക്കാണുന്ന ഒരു സമൂഹമാണുള്ളത്.
എന്നാൽ നമുക്കറിയാം രമേശ് സാറിനെ പറ്റി അത്തരത്തിലുള്ള ഒരു കാര്യം സമൂഹത്തിൽ നമുക്ക് കേൾക്കാനായിട്ടിടയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ സന്തോഷമുള്ള കാര്യം. എടത്വ യൂണിറ്റ് ട്രഷറർ KS മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ ATO V അശോക് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്, തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് അംഗം കലാമധു, തലവടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KE എബ്രഹാം, പൊതുപ്രവർത്തകൻ ഡോക്ടർ ജോൺസൺ V ഇടിക്കുള, ജോസ് ജേക്കബ്, S അജിത് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും ട്രേഡ് യൂണിയൻ ഭാരവാഹികളും സഹപ്രവർത്തകരും പങ്കെടുത്തു. തലവടി രമേശ് ഭവനിൽ PG രാജമ്മയുടെയും പരേതനായ GN ഭാസ്കരൻ പിള്ളയുടെയും മകനായ B രമേശ് കുമാർ 1996 തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിൽ കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിച്ചത്. 1998 ഒക്ടോബർ 18 എടത്വ ഡിപ്പോ ആരംഭിച്ച കാലം മുതൽ കണ്ടക്ടറായും സ്റ്റേഷൻ മാസ്റ്ററായും ഇൻസ്പെക്ടറായും ഇൻസ്പെക്ടർ ഇൻചാർജായും കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് എടത്വയിൽ ജോലി ചെയ്ത് അപൂർവങ്ങളിൽ അപൂർവ നേട്ടവുമായാണ് സർവീസിൽ നിന്നും വിരമിച്ചത്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കുട്ടനാട് ഏരിയ 37ാം വാർഷിക സമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തി. ഇതിന്റെ ഭാഗമായി മങ്കൊമ്പ് ജംഗ്ഷനിൽ ചേർന്ന പൊതുസമ്മേളനം CPIM തകഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു സംഘടനയാണ് KGOA. ഏറ്റവും സംഘടിതമായി നിൽക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്. അങ്ങനെയുള്ളൊരു സംഘടനയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കേവലമായ സംഘടനയുടെ വിഷയങ്ങളോ അല്ലെങ്കിൽ ആ സംഘടനയ്ക്കകത്ത് സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ജീവനക്കാരുടെയോ ആ സംഘടനാ പ്രവൃത്തികളുടെ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഇടങ്ങളായിട്ടല്ല ഈ സമ്മേളനങ്ങൾ മാറിത്തീരുന്നത്. പകരം ഈ നാടനുഭവിക്കുന്ന വിഷയങ്ങൾ, കേരളീയ പൊതുസമൂഹം, ഭാരതത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയം ഒക്കെ വളരെ ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെടുകയും ഇന്ന് നാം സംഘടിതമാണ് എന്ന് പറയുന്ന ഇടത്തുനിന്ന് നാളെ അസംഘടിതരുടെ പട്ടികയിലേക്കോ അല്ലെങ്കിൽ തൊഴിലില്ലാത്തവരുടെ പട്ടികയിലേക്കോ മാറ്റപ്പെടാൻ വേണ്ടി കഴിയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ വർത്തമാനകാലത്തെ അടക്കം ചർച്ച ചെയ്യുന്ന വേദികളായി ഈ സമ്മേളനങ്ങൾ മാറിത്തീരുന്നത് അതുകൊണ്ടാണ്. ഈ സമ്മേളനം ചേരുന്ന കാലത്തെക്കുറിച്ച് അല്ലാത്തൊരു കാലത്താണ് നാം ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഏതാണ്ട് നൂറ്റാണ്ടിൽ നീണ്ടു നിന്ന ഐതിഹാസികമായ പോരാട്ടമുണ്ട്. സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ KG അരുൺകുമാർ അധ്യക്ഷനായിരുന്നു. NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബൈജു പ്രസാദ്, KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് M സിന്ധു, KGOA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദേവരാജ് P കർത്ത, കുട്ടനാട് ഏരിയ സെക്രട്ടറി ദേവദത്ത്, സ്വാഗത സംഘം ജോയിന്റ് കൺവീനർ KP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. BSc നഴ്സിംഗ് പഠിക്കാൻ ഹൈദരാബാദിൽ പോയ തകഴി സ്വദേശിനി അഞ്ജലി അജി എന്ന കുട്ടി കോളേജിൽ വീണ് പരിക്ക് പറ്റിയതോടെ ദുരിതത്തിലായി. തുടർന്ന് പഠിക്കാൻ കഴിയാതായിരിക്കുന്ന അഞ്ജലിക്ക് സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു കിട്ടാൻ കോഴ്സിന്റെ മുഴുവൻ ഫീസും അടയ്ക്കണമെന്നാണ് കോളേജ് അധികൃതരുടെ നിലപാട്. 4 വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ പോയ അഞ്ജലിക്ക് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോളേജിൽ വീണ് പരിക്ക് പറ്റി. കിടപ്പിലായ അഞ്ജലിയെ കോളേജ് അധികൃതർ വേണ്ടവിധം പരിചരിച്ചില്ല എന്ന പരാതിയുമുണ്ട്. വിവരമറിഞ്ഞ് മാതാപിതാക്കൾ അവിടെ ചെന്ന് അഞ്ജലിയെ തിരിച്ചു കൊണ്ടുവന്നാണ് ഇപ്പോൾ ചികിത്സിപ്പിക്കുന്നത്. തകഴി പഞ്ചായത്ത് 7ാം വാർഡിൽ കേളമംഗലത്ത് അജികുമാറിൻ്റെയും രമാഭായിയുടെയും മകളാണ് അഞ്ജലി. കോളേജിൽ ചേർന്നപ്പോൾ ആദ്യ ഗഡുവായ 2.5 ലക്ഷം രൂപ അടച്ചെന്നും അഞ്ജലി പറയുന്നു. കോട്ടയത്തുള്ള ഒരു ഏജന്റ് മുഖേനയാണ് അഞ്ജലി പഠനത്തിന് ചേർന്നത്. അപകടം സംഭവിച്ച് ദുരിതം നേരിടുമ്പോൾ കോളേജ് അധികൃതരോ ഏജന്റോ യാതൊരു സഹായവും നൽകിയില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. 2 ആഴ്ച മാത്രം പഠിച്ച അഞ്ജലി 2.5 ലക്ഷം രൂപ നൽകി കഴിഞ്ഞു. തുടർന്ന് പഠിക്കാൻ കഴിയാത്ത വിധം നടുവിന് ഗുരുതര പരിക്ക് പറ്റിയിരിക്കുന്ന അഞ്ജലിക്ക് കോളേജിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു കിട്ടണമെങ്കിൽ കോഴ്സിന്റെ മുഴുവൻ ഫീസും അടയ്ക്കണമെന്ന സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആലപ്പുഴ ആയുർവേദ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ അഞ്ജലി. ഞാൻ നഴ്സിംഗ് പഠിക്കാൻ തെലങ്കാനയിലേക്ക് പോയതായിരുന്നു. KR കോളേജ് എന്നായിരുന്നു എൻ്റെ കോളേജിൻ്റെ പേര്. ഞാൻ 2 ആഴ്ചയിൽ കൂടുതൽ ആ കോളേജിൽ പഠിച്ചിട്ടില്ല. ജനുവരി 2-ാം തീയതി ക്ലാസ്സിന് വന്നപ്പം ടീച്ചർ ക്ലാസ്സിൽ ചെയറില്ലാഞ്ഞുകൊണ്ട് ഞാൻ 3ാമത്തെ നിലയിൽ നിന്ന് ചെയർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ചെയർ എടുത്തുകൊണ്ട് വന്നപ്പോൾ എൻ്റെ നടു അടിച്ച് വീണു. എന്നെ അവർ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഒരു സീനിയർ ചേച്ചിയിലൂടെ പറഞ്ഞു വിട്ടത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ MRI എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ സ്പൈനൽ ഇഞ്ചുറി ഉണ്ടെന്നേ മാത്രമേ പറഞ്ഞുള്ളൂ. MRI എടുത്താലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ MRI എടുത്തില്ല. അങ്ങനെ കിടന്ന് 3 ദിവസം വെള്ളം കുടിക്കാതെ കിടന്ന് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരെ ഉണ്ടായി. ആലപ്പുഴയിലും ആയുർവേദിക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ ഡിസ്ക് ബൾജ് ചെയ്തിരിക്കുവാണ്. അപ്പോഴാണ് MRI എടുത്തത്. ഡിസ്ക് ഇപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി
അതിനുശേഷം ഡിസ്ക് ബൾജായത് അറിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ച് എനിക്ക് ഈ പഠനം മുന്നോട്ട് പോകാൻ പാടാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ മുഴുവൻ പൈസയും കൊടുക്കണമെന്ന് അവർ പറയുന്നത്. എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയാണ്, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഡിസബിലിറ്റി ഉള്ളതാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കാനില്ല. 4 വർഷത്തെ മുഴുവൻ ഫീസ് അടയ്ക്കാതെ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തരത്തില്ലെന്ന് അവർ പറയുന്നത്. അവർ ഈ എന്നോട് ചെയ്ത ക്രൂരത ഇനി ഒരു കുട്ടികളോടും അവർ ചെയ്യരുത്. എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയും എനിക്ക് മേടിച്ച് തരണം. ഞാൻ 2,23,000 രൂപ ഏജൻറ്റിന് കൊടുത്തതാണ്. ഏജൻറ്റിനെ എപ്പോൾ വിളിച്ചാലും ഏജൻറ്റ് ഇപ്പോൾ ഫോൺ പോലും എടുക്കാറില്ല. മത്സ്യത്തൊഴിലാളിയായ അജികുമാർ വളരെ സാമ്പത്തിക പ്രയാസം സഹിച്ചാണ് മകളെ പഠിപ്പിക്കാൻ അയച്ചത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാക്കി പണം കൂടി നൽകാൻ തങ്ങൾക്ക് യാതൊരു നിവൃത്തിയുമില്ലെന്ന് അഞ്ജലിയുടെ അമ്മ രമാഭായി പറഞ്ഞു. വാസ്തവത്തിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ വലിയ താല്പര്യം കാണിക്കുന്ന ഏജന്റുമാർ ഇത്തരം സാഹചര്യങ്ങളിലും ഇടപാടുകാരെ സഹായിക്കാൻ മുന്നോട്ട് വരേണ്ടതാണ്. എന്തുകൊണ്ടോ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല. തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം കത്തെഴുതി കാത്തിരിക്കുകയാണ് അഞ്ജലിയും മാതാപിതാക്കളും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 28-ന് സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ജെയ്സൺ ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ പറഞ്ഞയക്കുന്ന ചെറുപ്പക്കാരനെ ജീവിതത്തിൽ കാണാനാകുന്ന അവർ ആ രാജ്യങ്ങളിലെത്തി അവർക്ക് പൗരത്വം നേടി അവരെ ജീവിക്കാൻ പോകുകയാണ്. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ തലവഴിച്ചിട്ട് തങ്ങളുടെ ജീവിതത്തിലെ വാർദ്ധക്യകാലത്ത് അവരെ കാണാനേ ആവില്ല എന്ന സ്ഥിതിവിശേഷമാണ് എന്ന് ഉറപ്പിച്ചിട്ട് പോലും അവരെ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഗവർണർ വഴി രാഷ്ട്രപതിക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം സമർപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TK സുധീർ കുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S രാജീവൻ, R കുമാർ, ഡോക്ടർ PS ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും ആരംഭിച്ച രാജ്ഭവൻ മാർച്ചിന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജ്യോതി കൃഷ്ണൻ, മിനി K ഫിലിപ്പ്, ഷൈല K ജോൺ, S സീതിലാൽ, VK സദാനന്ദൻ, വർഗീസ് M ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ രജത ജൂബിലി ആഘോഷം മാർച്ച് 2-ന് ആലപ്പുഴ ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികളെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രജത ജൂബിലി ആഘോഷം സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനർ സുഗന്ധപ്രസാദ് സംസാരിച്ചു. സുഗന്ധപ്രസാദ് സൂചിപ്പിച്ചതുപോലെ സഭ 1998 രൂപീകൃതമായി. അന്നു മുതൽ ഇന്നേ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ ബീജാഭാവം കൊണ്ട ഈ സംഘടന ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റേജ് ആർട്ടിസ്റ്റ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ഈ സമര സംഘടന അതിന്റെ രജത ജൂബിലി ആഘോഷം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നടത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോരോ തീയതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 2-ാം തീയതി ആലപ്പുഴയിലും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ രജത ജൂബിലി ആഘോഷം നടക്കും. പ്രത്യേകമായി സ്വാഗത സംഘം രൂപീകരിച്ചു. സംഘടന രൂപീകൃതമായ സമയത്തുണ്ടായിരുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ വർമ്മ അടക്കം ഈ ജില്ലാ കമ്മിറ്റിയെ സഹായിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി. മാർച്ച് 2-ാം തീയതി രജത ജൂബിലി ആഘോഷം ആലപ്പുഴ ജില്ലയിൽ നടക്കും. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. AM ആരിഫ് MP മുഖ്യപ്രഭാഷണം നടത്തും. സിവിൽ സപ്ലൈസ് കമ്മീഷണർ സജിത് ബാബു IAS, സവാക് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശനൻ വർണ്ണം, സംഘടനാ സെക്രട്ടറി വിനോദ് അജുംബിത എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവാതിര, കൈകൊട്ടിക്കളി, കഥാപ്രസംഗം, നാടോടി നൃത്തം, ഡാൻസ്, നാടകങ്ങൾ, ഗാനമേള എന്നിവ നടക്കും. സംസ്ഥാന സംഘടനാ സെക്രട്ടറി വിനോദ് അജുംബിത, സ്വാഗത സംഘം കൺവീനർ PS സുഗന്ധപ്പൻ, ജില്ലാ പ്രസിഡന്റ് തോമസ് വള്ളിക്കാടൻ, ജില്ലാ സെക്രട്ടറി P നളിനി പ്രഭ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെടുമുടി ചെമ്പുംപുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലൂറോസിസ് ദന്തൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്തിലെ 7 സ്കൂളുകളിൽ കുട്ടികൾക്ക് പരിശോധനയും ചികിത്സയും ലഭ്യമാക്കി.
വൈശംഭാഗം ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ നെടുമുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വർഗീസ് ജോസഫ് വലിയാക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പല്ല്, എല്ല് ഇതിന്റെയൊക്കെ കാഠിന്യം കുറഞ്ഞുകൊണ്ട് ഇതൊക്കെ പൊടിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു രോഗമാണ് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളെ ബോധവാദികളുമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ടീം ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ഈ കുട്ടനാട് പ്രദേശത്ത് സർക്കാർ തലത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ജലവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മുടേതായ രീതിയിൽ നമ്മൾ കണ്ടെത്തിയ സ്രോതസ്സിൽ നിന്നുള്ള കുടികളും ഒക്കെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ദൈനംദിന ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്തൊക്കെയും ഫ്ലൂറൈഡിന്റെ അംശം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് സർവേയിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സാഹചര്യത്തില് ഇതൊക്കെ എങ്ങനെ ഇതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ നമുക്കിവിടെ നിർദ്ദേശങ്ങളും ക്ലാസുകളും നടത്തും. സാമൂഹികാരോഗ്യം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായി. ഇന്ത്യൻ ദന്തൽ അസോസിയേഷനിലെ ഡോക്ടർ വിജേഷിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ കുട്ടികളെ പരിശോധിച്ചു. തുടർന്ന് നെടുമുടി പഞ്ചായത്തിലെ 7 സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശോധനയും ചികിത്സയും ലഭ്യമാക്കി. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുട്ടമ്പേരൂർ 12-ാം വാർഡിൽ നലേക്കാട്ട് ക്ഷേത്രത്തിന് സമീപം ഉണങ്ങിക്കിടന്ന പുല്ലിനും കുറ്റിക്കാടുകൾക്കും തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ക്ഷേത്രത്തിന് സമീപമുള്ള 2 ഏക്കർ വസ്തുവിൽ കഴിഞ്ഞ ദിവസമാണ് തീപിടുത്തമുണ്ടായത്. കനത്ത ചൂടിനെ തുടർന്ന് ഉണങ്ങിക്കിടന്ന കുറ്റിക്കാടിനാണ് തീപിടിച്ചത്. പരിസരവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി. ചെങ്ങന്നൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സമീപത്തെ വീടുകൾക്ക് പോലും അപകടമാകുന്ന രീതിയിൽ വളർന്നു വരുന്ന കാടുകൾ വെട്ടിത്തെളിക്കാത്തതാണ് ഇതുപോലെയുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇതേ രീതിയിൽ കാടുകൾ വെട്ടിത്തെളിക്കാത്ത വസ്തു ഉടമകൾക്ക് പഞ്ചായത്തിൽ നിന്നും നോട്ടീസ് നൽകുമെന്ന് വാർഡ് മെമ്പർ അജിത് പഴവൂർ പറഞ്ഞു. ആക്രി സാധനങ്ങൾ ഉപയോഗിച്ച് പെട്രോളിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ സൈക്കിൾ ബൈക്ക് നിർമ്മിച്ച ഒരു കൊച്ചുമിടുക്കനെ പരിചയപ്പെടാം. ഹരിപ്പാടിന് സമീപം മഹാദേവികാട് കുന്നേൽച്ചിറയിൽ ഷാജിയുടെ മകൻ അർജുൻ ഷാജിയാണ് സ്വന്തം സൈക്കിളിൽ ഇത്തരത്തിലൊരു പരീക്ഷണം നടത്തി വിജയിച്ചത്. ഒറ്റനോട്ടത്തിൽ ദായി വരുന്നത് ഒരു സൈക്കിൾ തന്നെയാണ്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയാൽ പക്ഷേ ആർക്കും സംശയമാവും. സൈലൻസറും എഞ്ചിനുമൊക്കെ ഉണ്ട്. പോരെങ്കിൽ ഓടുമ്പോൾ ശബ്ദവും അല്പസ്വല്പം പുകയും. അപ്പോൾ പിന്നെ സൈക്കിളാണോ ബൈക്കാണോ എന്നാവും കാഴ്ചക്കാർക്ക് സംശയം. സംശയിക്കേണ്ട, ഇതൊരു പുതിയ വാഹനമാണ്. വിയപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി അർജുൻ ഷാജി ആക്രി സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച സൈക്കിൾ ബൈക്കാണിത്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ വാങ്ങി നൽകിയ സൈക്കിളിന് മാറ്റങ്ങൾ വരുത്തിയാണ് അർജുൻ പെട്രോളിൽ പ്രവർത്തിക്കുന്ന ഈ വാഹനം നിർമ്മിച്ചത്. ലൂണയുടെ എൻജിൻ വെച്ചിട്ടാണ് ചെയ്തത്. അതിപ്പോൾ കിക്കർ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. ഇത് സെറ്റ് ചെയ്യാൻ തോന്നിയത് ഇങ്ങനൊരു വണ്ടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒന്ന് പരിശ്രമിച്ചതാണ്. ഇതിങ്ങനെ ഓടുമെന്ന് പോലും പ്രതീക്ഷിച്ചതല്ല. ഇത് സെറ്റ് ചെയ്ത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ആദ്യം തുടങ്ങിയത്. ഇത് ഓണത്തിൻ്റെ അവധിക്കാണ് ഇതിൻ്റെ സാധനങ്ങളെല്ലാം ശേഖരിച്ചത്. ആക്രിക്കടയിൽ നിന്നാണ് മൊത്തം എടുത്തത്. എൻജിൻ ആദിക്കാട്ടുകുളങ്ങരയിൽ നിന്നാണ് എടുത്തത്. സാധനങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പണി തുടങ്ങിയത്. അവധിയായപ്പം പണി തുടങ്ങി. ആദ്യം ഒരു പഴയ സൈക്കിളായിരുന്നു. 10 വർഷത്തിൽ കൂടുതൽ ആയ ഒരു സൈക്കിളായിരുന്നു. സൈക്കിള് അതിൻ്റെ പെഡൽ വരുന്ന ഭാഗം ഗ്രൈൻഡറിന് കട്ട് ചെയ്ത് കറക്റ്റ് അലൈൻമെൻറ്റിന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ എൻജിനൊരു ക്ലാമ്പ് അടിച്ചു. ക്ലാമ്പ് വെൽഡ് ചെയ്തെടുത്തിട്ട് ഈ തട്ടിലോട്ട് കയറ്റിയിട്ട് കറക്റ്റ് ലെവലും എല്ലാം നോക്കിയിട്ടാണ് ഇത് വെച്ച് വെൽഡ് ചെയ്തത്. വെൽഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പുറത്താണ് എൻജിൻ സെറ്റ് ചെയ്ത് നിർത്തിയത്. സെറ്റ് ചെയ്തിട്ട് ആദ്യം ഒരു ടെസ്റ്റ് എടുത്തപ്പം വണ്ടി ഫെയിലായിരുന്നു. ചെയിൻ കക്കുന്നതും ടയറിന് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ അത് കണ്ടീഷനായി നിന്നപ്പോഴാണ്. കുട്ടിക്കാലം മുതൽ തന്നെ മെക്കാനിക്കൽ മേഖലയോട് ആഭിമുഖ്യം കാട്ടിയിരുന്നു ഈ കുട്ടി ശാസ്ത്രജ്ഞൻ. സ്വന്തമായൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നുമാണ് പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൈക്കിൾ അർജുൻ നിർമ്മിച്ചത്. ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തണമെന്നാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ആഗ്രഹം. അടുത്തതായി ഒരു മോട്ടോർ കാറും നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രതിഭ. കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ അർജുൻ്റെ പരീക്ഷണങ്ങൾക്ക് വേഗം കുറയ്ക്കുന്നുണ്ട്. എങ്കിലും അച്ഛനും അമ്മയും തങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളുമായി ഈ മിടുക്കനൊപ്പമുണ്ട്. വളർന്നു വരുന്ന ഇത്തരം യുവശാസ്ത്ര പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാനുമുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ
അർജുൻ ഷാജിയെ പോലെയുള്ള നിരവധി യുവ പ്രതിഭകളെ ലോകത്തിന് സമ്മാനിക്കാൻ നമുക്ക് കഴിയും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5735 രൂപ, പവന് 45,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.